ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദ്രമ്മ സത്യാവസ്ഥ ധർമ്മനെ അറിയിക്കുകയാണ്. ഇത് കേട്ട് ധർമ്മൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അമ്മ പറയുന്നത് സത്യമാണോ? സുകന്യാണോ ഇതിനൊക്കെ പിന്നില്? അതേ മോനെ, അവളും രാജശ്രീയും കൂടി സംസാരിക്കുന്നത് ഞാനൊരു ചെവി കൊണ്ട് കേട്ടതല്ലേ. സുകന്യ അലോകിനെ ദേവമംഗലത്തേക്ക് കയറാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്, അടുക്കള വാതിൽ തുറന്നു കൊടുത്തതും അവളാ എന്ന് പറയാം. അമ്മേ, അവൾ എന്തിനാമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടമുള്ളത്? ഇതൊക്കെ ആ രാജശ്രീക്ക് വേണ്ടിയാ അവൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. എങ്ങനെയും അനുവിന്റെ അലോകിന്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്ത് എത്തിക്കണത്രേ. ഇതൊക്കെ അവരുടെ പ്ലാന്. എങ്കിലാണല്ലോ ദേവമംഗലത്തുള്ള എല്ലാവരും വേദനിക്കുള്ളൂ. ബാലനും എൻ്റെ ഗോമതിയും ഒക്കെ വേദനിച്ച് കാണാനാണല്ലോ അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ്. അതിനുവേണ്ടി രാജശ്രീയുടെ നിർദ്ദേശം അനുസരിച്ച് അവൾ അവിടെ ഓരോന്നും ചെയ്തു കൂട്ടുന്നത് എന്ന് കേൾക്കുമ്പോൾ ധർമ്മം ഞെട്ടി നിൽക്കുക. അമ്മേ, അപ്പം അവള് അവിടെ ചെയ്തു കൂട്ടുന്നതെല്ലാം ദ്രോഹങ്ങളാണല്ലേ? എല്ലാവരുടെ മുന്നിൽ എത്ര നന്നായിട്ടാ എന്നിട്ട് അവൾ അഭിനയിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കാം. അതൊക്കെ അവളുടെ മിടുക്ക്. എൻ്റെ മോൻ ഇനിയും അവളെ ഇങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കരുത്. നമ്മൾ കണ്ടതോ അറിഞ്ഞതോ ഒന്നുമല്ല മോനെ സുകന്യ. ഇനിയെങ്കിലും നീ ഒരു ഭർത്താവിൻ്റെ തൻ്റെ ഇടം അവളുടെ മുന്നിൽ എടുക്കണം. എങ്കിൽ മാത്രമേ അവൾ നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോകും എന്ന് ഇന്ദ്രമ്മ ഉപദേശിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ധർമ്മം പറയും, അവൾ ചെയ്ത എല്ലാ തെറ്റുകളും എന്നും ഞാൻ ക്ഷമിച്ചിട്ടും ഉള്ളമ്മേ. എനിക്ക് ഒരു ജീവിതം തന്നവളല്ലേ. അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നാണം കെട്ട് ഇറങ്ങേണ്ടിയിരുന്ന എനിക്ക് അവൾ ഒരു ജീവിതം വെച്ച് നീട്ടിയതല്ലമ്മേ. എങ്ങനെ അവളെ വേദനിപ്പിക്കുന്നെന്ന് കരുതി. ഇതിപ്പം ദേവമംഗലത്ത് ഇത്രയും വലിയ ദുരിതങ്ങൾക്ക് പിന്നിൽ അവളാന്ന് അറിഞ്ഞപ്പം എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലമ്മേ. അവൾ എത്ര വലിയ തെറ്റാ ചെയ്തത്. ആ കുഞ്ഞിനെ എത്രമാത്രം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതാ. ദേവിയുടെ ആനന്ദിൻ്റെയൊക്കെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവോ? അവരൊക്കെ ആകെ തകർന്നു പോയി. അളിയനാണെങ്കിൽ കടയിൽ പോലും പോയേക്കുന്നില്ല. അത്രയ്ക്ക് മടുത്തു എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രമ്മ പറയും, മോനെ നീ ഇനിയും അതൊന്നും കരുതണ്ട. അവളുടെ നേട്ടത്തിന് വേണ്ടിയാ അവൾ ഓരോന്നും പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ ഒത്താശ ചെയ്തുകൊണ്ട് രാജശ്രീയും ഉണ്ട്. നീ അവളോട് ക്ഷമിച്ചും സഹിച്ചും നിന്നാൽ നിനക്ക് പലതും നഷ്ടപ്പെടും. നിനക്ക് മാത്രമല്ല ദേവമംഗലത്തും ഗോമതി കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ അവളുടെ കുടുംബവും തകരും എന്ന് പറയാണ്. എനിക്ക് നിന്നോട് കുറച്ചുകൂടി സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാം തുറന്നു പറഞ്ഞാൽ എൻ്റെ മോൻ തകർന്നു പോകും. അത് കാണാനുള്ള ശക്തി ഈ അമ്മയ്ക്കില്ല. തൽക്കാലം നീ അവളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നീ ഇനി ഒരു ഭർത്താവിൻ്റെ അധികാരത്തോടു കൂടി വേണം അവളുടെ മുന്നിൽ നിൽക്കാൻ. അവളെ നീ ഒരു പാഠം പഠിപ്പിക്കുകയും വേണം. നീ ഒരു മണ്ടനല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തണം എന്ന് പറയാം. ഇനി ഈ രീതിയിൽ പ്രവർത്തിക്കാൻ അവൾക്ക് തോന്നരുത്. ആ രീതിയിൽ വേണം നീ അവളെ നിലയ്ക്ക് നിർത്താൻ എന്ന് ഇന്ദ്രമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിയുമ്പം നമ്മുടെ ധർമ്മന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ആയിട്ട് ഇങ്ങോട്ട് വരികയാണ്. എത്ര വിദഗ്ധമായിട്ടാണ് സുകന്യ തൻ്റെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നത്. എന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടിയാണല്ലോ അവൾ ഈ ചെയ്തു കൂട്ടുന്നത് ഓർക്കുമ്പോൾ ധർമ്മന് സഹിക്കാൻ സാധിക്കുന്നില്ലേ. ഒരു തെറ്റും ചെയ്യാതെ അനുവിനെ എല്ലാവരും വന്നിട്ട് ക്രൂശിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷത്തിൽ അവൾ നിൽക്കുവാണല്ലോ സുകന്യ എന്നൊക്കെ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ ചിന്തിക്കുക. അപ്പം നേരെ അനുവിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പം അനു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ധർമ്മൻ വാതിൽ തുറന്ന് വരുന്ന കാണുന്ന അനു പേടിച്ച് വരച്ച് എഴുന്നേൽക്കുക. പേടിക്കണ്ട മോളെ, മാമൻ വെറുതെ വന്നതാ. മോൾ എന്തെടുക്കുവാണെന്ന് അറിയാൻ എന്ന് പറയാൻ കേട്ടോ. എന്താ മാമനും എന്നോട് ദേഷ്യമാണല്ലേ എന്ന് ചോദിക്കുക. ഏയ്, എനിക്ക് മോളോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോളോട് എനിക്കിപ്പം ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ മോൾ അറിഞ്ഞുകൊണ്ട് അവനെ ഈ വീട്ടിൽ വിളിച്ച് കേട്ടില്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ലാണ്ട് പോയി. ഇപ്പം എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ആരുടെ സഹായമില്ലാതെ അലോകന് ഈ വീട്ടിൽ കയറാൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരിക്കലും അനുമോൾ അതിന് സഹായിക്കത്തില്ലെന്നും അറിയാം. ആരാ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അനു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മോള് സങ്കടപ്പെടേണ്ട. അളിയൻ്റെയും ചേച്ചിയുടെയും ഒക്കെ ദേഷ്യം മാറും. അവർ പഴയ പോലെ മോളെ സ്നേഹിക്കുകയും ചെയ്യും. അവർക്ക് ഇച്ചിരി സാവകാശം കൊടുക്കുക. അവരുടെ മനസ്സിലുള്ള കരട് മാറിക്കഴിയുമ്പം എല്ലാവരും മോളെ സ്നേഹിക്കും. അതിനുള്ള അവസരം ഈ മാമനുണ്ടാക്കും എന്ന് പറയണം കേട്ടോ. അനുവിന് ഒരുപാട് സന്തോഷം തോന്നുക. അനുവാണെങ്കിൽ ധർമ്മൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, മാമനെങ്കിലും എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയല്ലോ, എന്നോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ, അത് മതി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. ഇതേ സമയം നമ്മുടെ സുകന്യാണെങ്കിൽ അവരുടെ റൂമിൽ ഒരു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആ ധർമ്മൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. സുകന്യോട് എന്താ കാര്യമൊന്നും പോലും ചോദിക്കാതെ അവൾക്കിട്ട് ഒരു അടി വെച്ച് കൊടുക്കുക. നമ്മുടെ സുകന്യാണെങ്കിൽ ബെഡിലേക്ക് തെറിച്ച് വീഴാണ്. നിങ്ങൾക്ക് ഇത് എന്തു പറ്റി ധർമ്മേട്ട? എൻ്റെ ദേഹത്ത് കൈവെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ സുകന്യ അപ്പോൾ ഒരു ചീറ്റപ്പുലിയെ പോലെ ദേഷ്യപ്പെട്ട് എഴുന്നോട്ട് ചോദിക്കുകയാണ്. നിന്റെ ദേഹത്തല്ലടി കൈവെക്കേണ്ടത്. നിന്നെപ്പോലൊരു നെറുകെട്ടവളുടെ ദേഹത്ത് കൈവച്ചാലേ എൻ്റെ കൈ സോപ്പിട്ട് കഴുകണം. അത്രയ്ക്ക് വൃത്തികെട്ട പരിപാടികളല്ലേ നീ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ മനുഷ്യ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? ഹോ, ഇപ്പം എന്നോട് നിങ്ങൾക്ക് യാതൊരു സ്നേഹവും ഇല്ലല്ലോ. അല്ലെങ്കിലും എന്നെ ഇപ്പം കണ്ണിൽ പോലും പിടിക്കുന്നില്ലല്ലോ എന്ന് പറയണം.
ഇത് കേൾക്കുമ്പോഴത്തേക്കും ധർമ്മം പറയും, നീ കൂടുതലൊന്നും പറയണ്ട, അലോക് എങ്ങനെ ഈ വീട്ടിൽ കയറി, അവനെ ഇവിടെ കയറാൻ ആരാ സഹായിച്ചത്, അതിനുള്ള ഉത്തരം മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പോയോ എന്ന് അപ്പം നമ്മുടെ സുകന്യയ്ക്ക് പെട്ടെന്ന് പേടിയാവും കേട്ടോ. നിങ്ങൾ എന്താ ധർമ്മേട്ട എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്, നിങ്ങളുടെ അനന്തരവളല്ലേ, അവളല്ലേ അവനെ വീട്ടിൽ വിളിച്ച് കയറ്റിയത്, എല്ലാ കാര്യവും നിങ്ങൾക്കും അറിയാവുന്നതല്ലേ, എന്നിട്ട് പിന്നെ എന്നോടെന്താ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കാം. എല്ലാ കാര്യവും എനിക്കറിയാം, അനുവിൻ്റെ മറവിൽ നീ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അവളെ കുറ്റക്കാരിയാക്കിയും മറിഞ്ഞിരുന്ന് സന്തോഷിക്കുമായിരുന്നു അല്ലേ, ഒരു കാര്യങ്ങളും ഒരിക്കലും ഞാൻ അറിയില്ലെന്ന് നീ കരുതിയല്ലേ, എന്നെപ്പറ്റി നീ എന്താടി ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുകന്യയ്ക്ക് ആകെ പേടി വരിക. ധർമ്മേട്ട നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ദേവമംഗലത്തുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന് ധർമ്മേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അത് കേൾക്കുമ്പോൾ ധർമ്മം പറയും, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്, നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും, നിന്റെ സ്വഭാവമൊക്കെ നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായതല്ലേ, നീ ഇവിടെ ഉള്ളവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറിയപ്പം നിനക്ക് മാറ്റം സംഭവിച്ചു, നീ നന്നായി എന്നോർത്ത് എത്രമാത്രം ഞാൻ സന്തോഷിച്ചതാ, ഈ കുടുംബത്തോടെ ഇണങ്ങി നീ ജീവിക്കാൻ തുടങ്ങിയത് കണ്ടപ്പം ഞാൻ അത്രയേറെ സന്തോഷിച്ചതാ, എന്നിട്ട് അതൊക്കെ നിന്റെ വെറും അടവായിരുന്നല്ലേടി, ആ കൃഷ്ണമംഗലത്തെ രാജശ്രീ ചേച്ചി പറയുന്നത് കേട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണല്ലേ നിന്റെ തീരുമാനം, അതിനായിട്ടല്ലേ ഇവിടെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത്, അലോകിനെ ഈ വീട്ടിൽ വിളിച്ച് കയറ്റിയത് നീയല്ലേടി, എന്നിട്ട് അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് നീയല്ലേ, നിനക്ക് എങ്ങനെ ഇവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ സാധിക്കുന്നടി എന്ന് ചോദിക്കാം. ഏയ് ധർമ്മേട്ടനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ധർമ്മേട്ട, ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഇവരുടെയൊക്കെ കൂടെയല്ലേ നിന്നത്, ധർമ്മേട്ടൻ ബാലേട്ടനോടും ഗോമതി ചേച്ചിയോടൊക്കെ ചോദിച്ചു നോക്ക്, ഞാൻ എങ്ങനെ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നതെന്ന്. അപ്പോൾ പറയും, ഇനി നിന്റെ ഒരു അഭിനയം എൻ്റെ മുന്നിൽ വേണ്ട, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, നീയാണ് അലോകിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തതും അവനെ ഉള്ളിൽ കയറ്റിയതെന്നും ഒക്കെ മനസ്സിലായി, എന്നിട്ട് ആ പാവം അനുവിൻ്റെ തലയിൽ കുറ്റവും നീ വെച്ചു കൊടുത്തു അല്ലേ എന്ന് പറയാം. മര്യാദയ്ക്ക് പുറത്തു വന്ന് ഇപ്പം തന്നെ നീ അളിയനോടും ചേച്ചിയോടും ഒക്കെ എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞോണം, അവിടെ നടന്ന സകല സംഭവങ്ങളും ഏറ്റു പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഇനി ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും സുകന്യയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഇപ്പം നമ്മുടെ ബാലനും ഗോമതിയും സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇനി ഒരിക്കലും തനിക്ക് ദേവമംഗലത്തേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, താൻ പ്ലാൻ ചെയ്തത് ഒന്നും നടപ്പാക്കാനും പറ്റാതെ വരും. അതൊക്കെ ഓർത്ത് സുകന്യയ്ക്ക് ആകെ ടെൻഷനാവുക. അപ്പൊ സുകന്യ പെട്ടെന്ന് തന്നെ ധർമ്മന്റെ കാലിലോട്ടങ്ങ് വീഴാം. ധർമ്മേട്ട എന്നോട് ക്ഷമിക്കുക ധർമ്മേട്ട, എനിക്കൊരു തെറ്റുപറ്റി പോയതാ, അലോക് എൻ്റെ കാല് വീണ് കെഞ്ചിയപ്പം അറിയാതെ ഞാൻ ചെയ്തു പോയതാ, അവര് തമ്മിൽ അത്ര ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്നാ ഞാൻ കരുതിയത്, ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ദേഷ്യം അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ അവസാനിക്കുമെന്ന് ഞാൻ കരുതി, അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇതുപോലൊക്കെ സംഭവിക്കുമെന്നോ അലോക് ദേവിയുടെ കുഞ്ഞിനെ ചവിട്ടുവെന്നോ കൊല്ലുവെന്നോ ഒന്നും ഞാൻ കരുതിയില്ല, എന്നോട് ക്ഷമിക്ക്, എന്നോട് ഈ ലോകത്ത് ക്ഷമിക്കാൻ എൻ്റെ ധർമ്മേട്ടനല്ലാതെ വേറെ ആരാ ഉള്ളത്, എന്നെ ഒന്ന് മനസ്സിലാക്കുക ധർമ്മേട്ട എന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കാണുമ്പം ധർമ്മൻ്റെ മനസ്സ് പതിയൊന്ന് അലിയാണ്. നീ കൂടുതലൊന്നും പറയണ്ട, ഇനി നിന്റെ ഒരടവിലും ഈ ധർമ്മം വീഴില്ല. ഇല്ല ധർമ്മേട്ട, ഇതെൻ്റെ അടവല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, എന്നോട് ക്ഷമിക്ക് ധർമ്മേട്ട, എൻ്റെ ധർമ്മേട്ടൻ്റെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല, ഇപ്പം ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ നിമിഷം അടിച്ചിറക്കി വിടും, ഈ രാത്രി ഞാൻ എങ്ങോട്ട് പോകാനാ, എന്നെ ഒന്ന് മനസ്സിലാക്കുക ധർമ്മേട്ട, നിങ്ങളെ കല്യാണം കഴിച്ചതുകൊണ്ട് എൻ്റെ വീട്ടുകാർ പോലും എന്നോടിപ്പം അടുപ്പം കാണിക്കുന്നില്ല, എനിക്ക് ഈ ലോകത്തിപ്പം ആകെ അടുപ്പമുള്ള ബന്ധു എന്ന് പറയാൻ രാജശ്രീ ചേച്ചിയാണ്, അവിടേക്കോട്ട് പോകാനും പറ്റില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്, ദയവ് ചെയ്ത് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, ഒന്ന് നേരം വെളുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ധർമ്മൻ്റെ കാല് വീണ് കരയുമ്പം ധർമ്മൻ്റെ മനസ്സലിയുകയാണ് കേട്ടോ. ധർമ്മൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുക. നിങ്ങൾ എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാൻ ധർമ്മേട്ടാ, നിങ്ങൾ ഒരു സത്യങ്ങളും ആരോടും പറയാനും പോകുന്നില്ല, അങ്ങനെ ഞാൻ തെറ്റുകാരിയാണെന്ന് ഇവിടെ ആരും ഇപ്പോൾ അറിയാനും പാടില്ല, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലേ ഇത്രയും നാളും കൊണ്ട് ഞാൻ നെയ്തു കൂട്ടിയ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇവിടെ തീരും, അതിന് ഈ സുകന്യ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിച്ച് തരില്ല എന്ന് പറയണേ. സമയം പിറ്റേന്ന് നമ്മുടെ ഗോമതി ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ട് ആരാണെന്ന് അറിയാൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴാണ് ഉദയഭാനുവാണ് ഒരു ഓട്ടോയിൽ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഉദയഭാനുവിനെ കാണുന്ന ഗോമതി പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാ. അപ്പം ഉദയഭാനു ആണെങ്കിൽ ഗോമതിയെ കാണുന്നുണ്ട്. ഈ ഗോമതിക്ക് ഇത് എന്തു പറ്റി, എന്നെ കാണുമ്പം ചിരിച്ചോണ്ട് സംസാരിക്കാറുള്ള ആള് പെട്ടെന്ന് എന്താ മുഖം തിരിച്ചു പോയത്, എന്തെങ്കിലും ആട്ടെ, അകത്ത് കയറിപ്പോയി സംസാരിക്കുമ്പോഴറിയാലോ എന്ന് പറഞ്ഞ് ദേവിക്ക് മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് തുടങ്ങാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഗോമതി ടെൻഷൻ അടിച്ച് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബാലേട്ട ആകെ പ്രശ്നമായി, എന്താ ഗോമതി, എന്താ കാര്യം, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അത് പിന്നെ ബാലേട്ട, ദേ ഉദയഭാനു സാറ് വരുന്നുണ്ട്, ദേവിമോളെ കാണാനായിരിക്കും, ദേവിമോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഉദയഭാനു സാറിനോട് എത്ര സമയം നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റും, ഈശ്വര ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ
ആകെ ഗോമതി ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബാലൻ പറയും, എന്തെങ്കിലും സംഭവിക്കട്ടെ ഗോമതി, എനിക്ക് വയ്യ. ഉദയഭാനു സാറിനും എല്ലാം അറിയാനുള്ള അർഹതയുണ്ട്. ദേവിമോളുടെ അച്ഛനാ, കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയട്ടെ. അല്ലാതെ ഇപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ തെറ്റുകാരാണെന്ന് കരുതിക്കോട്ടെ, അതല്ലാതെ ഒന്നും ഇവിടെ നമുക്ക് ചെയ്യാനില്ലടോ എന്ന് പറയാം. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഉദയഭാനു അകത്തേക്ക് കയറി വരിക. ആഹാ, ബാലൻ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഗോമതി എന്താ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നത്? എന്നെ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതി പറയും, ഞാൻ പെട്ടെന്ന് ബാലേട്ടനോടൊരു കാര്യം പറയാൻ. ഉദയഭാനു സാർ ഇരിക്കുക, എന്താ കഴിക്കാൻ എടുക്കണ്ടേ? ഞാൻ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയത് എന്ന്. അപ്പോൾ ഉദയഭാനു പറയും, ദേവിമോളെ ഒന്ന് കാണാനായിട്ട് വന്നതാ. ഇന്നലെ ഞാൻ എൻ്റെ മോളെ സ്വപ്നം കണ്ടെന്നേ, അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അവളെ കാണാതെ എനിക്കിനി ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയണേട്ടോ. അത് കേൾക്കുമ്പം ഗോമതിയും ബാലനും പരസ്പരം നോക്കുവാണ്. ദേവിയുടെ വിഷമം സ്വപ്നത്തിൽ പോലും ഉദയഭാനു സാറ് മനസ്സിലാക്കിയിരിക്കുന്നല്ലോ എന്നാണ് അവരിങ്ങനെ പരസ്പരം ചിന്തിക്കുന്നത്. അപ്പം ദേവിമോൾ എവിടെ, എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കേ. ദേവിമോൾ റൂമിലുണ്ട് എന്ന് ഗോമതി പറയണം. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വിദേശ രാജ്യത്തു നിന്നും കൊണ്ടുവന്നതാ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ദേവിമോൾക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഗോമതിയുടെ കയ്യിലോട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും കൊടുക്കാം സാർ എന്ന് പറയണം. അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്തു പറ്റി? ആരുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ? ബാലനെ ഈ സമയം ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ബാലൻ കടയിൽ പോകുന്ന സമയം കഴിഞ്ഞല്ലോ എന്ന് പറയാം. അത് പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് കടയിലേക്കൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ല ഉദയഭാനു സാർ എന്ന് ബാലൻ പറയാം. എന്തു പറ്റി ബാല? ബാലൻ അങ്ങനെ ഒരാളല്ലല്ലോ. കട കഴിഞ്ഞേ ഉള്ളൂ. ദേവമംഗലം പോലും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ബാലൻ മടി പിടിച്ച് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട്. എന്താ കാര്യം? എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ സഹായിക്കാം എന്ന് പറയാം. അതൊന്നും അല്ല എന്ന് പറയണേട്ടോ. അപ്പം നമ്മുടെ ഉദയഭാനുവിനോട് സത്യാവസ്ഥ എങ്ങനെ പറയുമെന്നറിയാതെ ബാലൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണേ. ഇതേ സമയം നമ്മുടെ ഗോമതി ദേവിയുടെ റൂമിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയും, മോളെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. അച്ഛനോ? അച്ഛൻ സത്യങ്ങളൊക്കെ അറിഞ്ഞോ അമ്മേ എന്നപ്പോൾ ചോദിക്കും. എനിക്കറിയില്ല ഉദയഭാനു സാറ് വളരെ സന്തോഷത്തിലാണ്. ഞാൻ എങ്ങനെയാ മനുഷ്യനോട് പറയുക എന്ന് ചോദിക്കാം. അപ്പോൾ എന്തു പറയണമെന്നറിയാതെ ദേവി മകൻ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഉദയഭാനു പറയും, ഇനിയിപ്പം കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മുത്തശ്ശന്മാരാ അല്ലേ ബാല എന്ന് ചോദിക്കാം. ഇത് കേൾക്കുന്ന ബാലന്റെ കണ്ണൊക്കെ കലങ്ങി മറിയുന്നത് ഉദയഭാനു ശ്രദ്ധിക്കും. എന്തു പറ്റി ബാല? ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. നിങ്ങൾക്കൊക്കെ ആകെ ഒരു മാറ്റം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവിമോൾ എവിടെ എന്ന് ചോദിക്കാം. ഉദയഭാനു സാർ, ഇത് ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറയുക? പറയാതിരുന്നാൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന തെറ്റായി പോകും. നമുക്ക് ഭാഗ്യമില്ലാതെ പോയി സാർ എന്ന് പറയാം. ഭാഗ്യമില്ലാതെ പോയിന്നോ? എന്താ ഈ പറയുന്നത്? ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയണം. ഇത് കേൾക്കുന്ന ഉദയഭാനുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ സംഭവിച്ചത്? ദേവിമോക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുകയോ? ഈശ്വര, ഇതൊന്നും എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? നിങ്ങളെ കൂടി അറിയിച്ച് വെറുതെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാ എങ്കിലും ബാല, ഇതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യമാണോ? എൻ്റെ മോൾ ഇതെങ്ങനെ സഹിച്ചു കാണും? ഞങ്ങൾ എന്തുമാത്രം ആഗ്രഹിച്ച എന്താ ഉണ്ടായത്? നിങ്ങളെല്ലാവരും അവളെ നന്നായിട്ട് നോക്കുക എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഇതെന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാം. അപ്പം പെട്ടെന്ന് ബാലൻ പറയും, ദേവിമോള് ബാത്റൂമിൽ ഒന്ന് തെന്നി വീണതാ. ഇത് കേൾക്കുന്ന ഉദയഭാനു സങ്കടം കൊണ്ട് കരയുവാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനുവിനെ ബാലൻ ആശ്വസിപ്പിക്കുക. അപ്പോൾ ഗോമതി അങ്ങോട്ട് വരികയാണ്. അപ്പം മോളെ ഒന്ന് എനിക്ക് കാണണമായിരുന്നു എന്ന് പറയുമ്പം റൂമിലുണ്ടെന്ന് പറയും. കരഞ്ഞുകൊണ്ട് ഉദയഭാനു ദേവിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു പ്രതിമ പോലെ ഇരിക്കുന്ന തൻ്റെ മോളെ കാണുമ്പോൾ ഉദയഭാനുവിന് ആകെ സങ്കടം വരിക. മോളെ എന്നും പറഞ്ഞ് തോളി പിടിക്കുകയാണ് കേട്ടോ. അച്ഛ, എന്നെ ദൈവം ശിക്ഷിച്ചച്ഛ. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ലേ ഈ കുടുംബത്തോട്, ആനന്ദേട്ടനോട്? അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയത് എൻ്റെ അച്ഛ. അതിന് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ദേവി പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കാണുമ്പം സഹിക്കാൻ കഴിയാതെ ഉദയഭാനും കൂടെ കരയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.